Good morning to all. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഹെയ്സൻബർഗ് പിക്ചറാണ്. നമ്മൾ ഇന്നലെ ഷ്രോഡിഞ്ചർ പിക്ചറാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിൽ വേവ് ഫങ്ഷൻസ് ടൈം ഡിപ്പെൻഡൻറ്റും ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻറ്റുമാണ്. അതേസമയം ഹെയ്സൻബർഗ് പിക്ചറിലേക്ക് വരുമ്പം അവിടെ വേവ് ഫങ്ഷൻ ടൈം ഇൻഡിപെൻഡൻറ്റും ഓപ്പറേറ്റേഴ്സ് ടൈം ഡിപ്പെൻഡൻറ്റുമാണ്. ഓക്കെ, സോ ടുഡേ വി ആർ ഡിസ്കസിങ് ഹെയ്സൻബർഗ് പിക്ചർ. അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം വി നോ ദാറ്റ് ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമ്മൾ ഇനീഷ്യൽ ടൈം t0യിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെയും ആഫ്റ്റർ എ ലേറ്റർ ടൈം ടിയിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് psi ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് ഓപ്പറേറ്റർ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓക്കെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യു ഓഫ് ടി കോമ t0 ഇൻറ്റു psi ഓഫ് t0 എന്നായിരുന്നു. അപ്പോൾ psi ഓഫ് t0 എന്ന് പറയുന്ന ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് വെക്ടറും psi ഓഫ് ടി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റ് വെക്ടറും യു എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് വിച്ച് ഈസ് കോൾഡ് ദ ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്റർ ഓർ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഇനി നമുക്ക് ഫ്രം ഷ്രോഡിഞ്ചർ പിക്ചർ നമുക്ക് അവിടുത്തെ എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണെന്ന് അറിയാം. ഓക്കെ, എന്തായിരുന്നു ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? ദാറ്റ് ഈസ് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് psi ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഇൻറ്റു psi ഓഫ് ടി, വേർ ദിസ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. ദാറ്റ് ഈസ് ഇതിനെ എനിക്ക് ഐ എച്ച് ബാർ ഡോ psi ഓഫ് ടി ഡിവൈഡഡ് ബൈ ദിസ് psi ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഡി ടി ആണെന്ന് പറയാം. എച്ച് ഓഫ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ ബിറ്റ്വീൻ ടി ഈക്വൽ ടു 0 ആൻഡ് ടി ഈക്വൽ ടു ടി. അപ്പോൾ 0യ്ക്കും ടിക്കും ഇടയ്ക്ക് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ഐ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ദിസ് ഡോ psi ബൈ psi, where psi is a function of t, is equal to this ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളിവിടെ എച്ച് ഓഫ് ടി എന്നെടുത്താൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈമാണ്. സോ നമുക്ക് ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി സൈ ബൈ സൈ എന്ന് പറഞ്ഞ് എൽ എൻ ലോഗ് സൈ ആണ്, നാച്ചുറൽ ലോഗ് എൽ എൻ സൈ ഓഫ് ടി ഫ്രം 0 to t is equal to h into t എന്ന് വരും. or this is equal to ih bar into this is ln upper limit t psi of t minus ln psi of 0 is equal to h t എന്ന് കിട്ടും. or log a minus log b എന്ന് പറഞ്ഞ് log a by b ആണ്. സോ നമുക്കിതിനെ ih bar into ln psi of t divided by psi of 0 is equal to h into t എന്ന് കിട്ടും. or this is ln psi of t ln psi of t divided by psi of 0 is equal to h t divided by ih bar. ആ ലെഫ്റ്റ് കിടക്കുന്ന ഐ എച്ച് ബാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ഐ എച്ച് ബാർ 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. സോ മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ എന്ന് വരും. ഓർ ഇതിനകത്ത് എനിക്ക് psi ഓഫ് ടി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു psi ഓഫ് 0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ ആണെന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് psi ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി കോമ t0 psi ഓഫ് t0 ആയിരുന്നു. അതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് എടുക്കുന്നു. അപ്പോൾ കമ്പയറിങ് ഇക്വേഷൻ 1 ആൻഡ് 2, കമ്പയറിങ് 1 ആൻഡ് 2 എന്തായിരുന്നു ഇക്വേഷൻ 1? ഇക്വേഷൻ 1 പറയുന്നത് psi ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു യു ഓഫ് ടി കോമ t0 psi ഓഫ് t0 എന്നാണ്. അതേസമയം നമ്മുടെ ഇക്വേഷൻ 2 പറയുന്നത് psi ഓഫ് ടി ഈസ് ഈക്വൽ ടു ഞാൻ ആ ഓപ്പറേറ്റർ ആദ്യം എഴുതുന്നു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ഡിവൈഡഡ് ബൈ എച്ച് ബാർ ഇൻറ്റു psi ഓഫ് 0 എന്നാണ്.
അപ്പോൾ നോക്കിയേ, ഇക്വേഷൻ 1 സൈ ഓഫ് ടി, അതായത് ലേറ്റർ ടൈം ടിയിലുള്ള വേവ് ഫംഗ്ഷനെയും ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. ഇവിടെയും ഇക്വേഷൻ നമ്പർ 2 ഇതേപോലെയാണ്. ടി എന്ന് പറയുന്ന ടൈമിൽ ഇവിടെ 0, ടി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ദിസ് ഈസ് യു ഓഫ് ടി കോമ ടി 0, ഓർ ഹിയർ വി ക്യാൻ റൈറ്റ് ദ ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്റർ യു ഓഫ് ടി കോമ ടി 0 എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ ആണെന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്റർ ഓർ ദ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. നൗ എന്താണ് ഹൈസൻബർഗ് പിക്ചറിൻ്റെ പ്രത്യേകത? ഇൻ ഹൈസൻബർഗ് പിക്ചർ operators are time dependent. Operators are time dependent, and the state vectors are independent of time, Now, in order to distinguish state vector and operator, in this picture, from those of Schrodinger picture, we will use the subscript h. Thus psi h and operator ah respectively denote a state vector and an operator in Heisenberg picture. അതായത് നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറും അതേപോലെ ഓപ്പറേറ്ററും ഉണ്ട്. ഹൈസൻബർഗ് പിക്ചറിലും സ്റ്റേറ്റ് വെക്ടറും ഓപ്പറേറ്ററും ഉണ്ട്. അപ്പോൾ ഈ ഹൈസൻബർഗ് പിക്ചറിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെ ഓപ്പറേറ്ററിനെ ഷ്രോഡിഞ്ചർ പിക്ചറിലുള്ള സ്റ്റേറ്റ് വെക്ടറിനും ഓപ്പറേറ്ററിനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈസൻബർഗ് പിക്ചറിൽ സബ്സ്ക്രിപ്റ്റ് എച്ച് കൂടി ഉപയോഗിക്കും. അപ്പോൾ സൈ എച്ച് എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വെക്ടർ ഇൻ ഹൈസൻബർഗ് പിക്ചർ. എ എച്ച് എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ എന്നുള്ളതാണ് അർത്ഥം. നൗ let us assume that the two pictures എന്ന് പറഞ്ഞാൽ ഷ്രോഡിഞ്ചർ പിക്ചറും ഹൈസൻബർഗ് പിക്ചറും, the two pictures coincide at t equal to 0. ഇനീഷ്യൽ ടൈമിൽ ഇത് കോയിൻസൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ സൈ ഓഫ് ടി, ഓക്കെ, സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലുള്ള വേവ് ഫംഗ്ഷൻ ആണ് അറ്റ് ടി ടൈം. വെൻ ടി ഈസ് ഈക്വൽ ടു 0, ഇത് സൈ ഓഫ് 0 ആവും. ദിസ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ ഇൻ ഹൈസൻബർഗ് പിക്ചർ. അതായത് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടൈമിൽ ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറും ഹൈസൻബർഗ് പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറും എന്ത് തന്നെയായിരിക്കും? ഇറ്റ് വിൽ ബി സെയിം. ഓക്കെ, സോ the state vectors at a Schrodinger picture and that of Heisenberg picture will be same, or it will coincide at t equal to 0. But t equal to 0 എന്ന് പറയുന്ന ടൈമിൽ Schrodinger പിക്ചറും ഹൈസൻബർഗ് പിക്ചറും എന്താണ്? they will coincide. Now, but we know that Schrodinger പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറിനെ സപ്പോസ് ഞാൻ സൈ എസ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Schrodinger പിക്ചറാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. But we know that psi s of t can be evolved ഫ്രം സൈ എസ് ഓഫ് 0 എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു 0യിലുള്ള ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടർ സൈ എസ് ഓഫ് 0 എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്? സൈ എസ് ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്കറിയാം യു ഓഫ് ടി കോമ ടി 0. ഇവിടെ ഇനീഷ്യൽ ടൈം നമ്മൾ ടി 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ യു ഓഫ് ടി കോമ 0 ഇൻറ്റു സൈ എസ് ഓഫ് 0 ആണെന്ന് അറിയാം. നൗ പക്ഷേ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യു ഓഫ് ടി കോമ 0 എന്ന് പറയുന്നത് നമുക്കറിയാം ദിസ് ഇസ് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ഡിവൈഡഡ് ബൈ എച്ച് ബാർ ആണ് ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ദിസ് സൈ എസ് ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു യു ഓഫ് ടി കോമ 0യ്ക്ക് പകരം നമുക്ക് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ ഇൻറ്റു സൈ എസ് ഓഫ് 0 ആണെന്ന് പറയാം. ഓക്കെ,
സോ നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഇക്വേഷൻ ഇതാണ്. psi s of t is equal to e raised to minus I h t by h bar into psi s of 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് psi s of 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് വിൽ ബി e raised to plus I h t by h bar into psi s of t. നമ്മൾ ആ ഇക്വേഷനെ തിരിച്ചെഴുതുന്നു. നൗ അടുത്തത് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ ഹൈസൻബർഗ് പിക്ചർ ഫ്രം ഷ്രോഡിഞ്ചർ പിക്ചർ. operator in Heisenberg picture from Schrodinger picture. ഷ്രോഡിഞ്ചർ പിക്ചറിൽ നിന്നും ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ആൻ ഓപ്പറേറ്റർ should be the same in any picture. അതായത് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ പൊസിഷൻ, മൊമെൻറ്റം ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോന്നിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്ററിനെ ഹൈസൻബർഗ് പിക്ചറിലെടുത്താലും ഷ്രോഡിഞ്ചർ പിക്ചറിലെടുത്താലും എക്സ്പെക്റ്റേഷൻ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഗിവ്സ് ദി ആവറേജ് വാല്യൂ ഓഫ് ആൻ ഒബ്സർവബിൾ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, this expectation value of operator in Heisenberg picture is equal to expectation value of operator in Schrodinger picture ആണെന്ന് പറയാം. Now, what is expectation value of operator in Heisenberg picture? Heisenberg picture expectation value എന്ന് പറഞ്ഞാൽ Heisenberg pictureലുള്ള വേവ് ഫംഗ്ഷൻ psi h, ah, psi h ആയിരിക്കും. is equal to ഷ്രോഡിഞ്ചർ പിക്ചറിലേക്ക് വരുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് psi s of t. എന്തുകൊണ്ട് നമ്മൾ psi s of t എന്ന് എടുക്കുന്നു? ഷ്രോഡിഞ്ചർ പിക്ചറിൽ സ്റ്റേറ്റ് വെക്ടർ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ psi s of t എന്ന് എടുക്കുന്നു. as psi s of t. ഓക്കെ, ഇതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ബട്ട് വി നോ ദാറ്റ് നമുക്കറിയാം psi s of 0 എന്ന് പറയുന്നത് ഈക്വൽ ടു psi h ആണ്. ദിസ് ഈസ് ഈക്വൽ ടു e raised to I h t by h bar ഇൻറ്റു psi s of t ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, psi h ഇസ് ഈക്വൽ ടു e raised to I h t by h bar ഇൻറ്റു psi s of t. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ psi hന് പകരം നമുക്ക് ഈ എക്സ്പ്രഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ psi hന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? e raised to I h t by h bar ഇൻറ്റു psi s of t. ഇവിടെ ah, വീണ്ടും ഇവിടെ e raised to I h t by h bar ഇൻറ്റു psi s of t ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടൈം എന്തായിരുന്നു? ദാറ്റ് ഈസ് psi s of t as psi s of t. നോ, ഇതിനെ എനിക്ക് ഞാനിവിടെ psi s of t ഈ കിടക്കുന്ന e raised to I h t by h ബാറിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ ഇതെന്ത് വരും? ദിസ് വിൽ ബിക്കം e raised to minus I h t by h ബാർ. അതിൻ്റെ ഡാഗറായിട്ട് വരും. പിന്നെ ഇവിടെ ah ഉണ്ട്. ഈ e raised to I h t by h ബാറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതും. e raised to I h t by h ബാർ. നൗ, അപ്പോൾ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്തായിരിക്കും? ദിസ് ഇവിടെ റിമൈനിങ് ഈസ് psi s of t ഈസ് ഈക്വൽ ടു നമുക്കിവിടെ psi s of t as psi s of t എന്ന് കിട്ടും. നൗ, നിങ്ങൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ psi s of t, ഇവിടെ psi s of t, ഇവിടെ psi s of t, ഇതും psi s of t. അപ്പോൾ ഈ നടുക്ക് കിടക്കുന്ന ടേമുകൾ തമ്മിൽ എന്തായിരിക്കണം? ദിസ് വിൽ ബി സെയിം ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ as എന്ന് പറയുന്നത് ഈക്വൽ ടു e raised to minus I h t by h bar ah e raised to I h t by h bar ആണെന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചറാണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മുകളിൽ കിടക്കുന്ന എക്സ്പ്രഷനെ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഇവിടെ, അതായത് ഓക്കെ, നമുക്ക് ഇവിടെ ഇത് കിട്ടി. ഇതിനെ ഞാൻ ഈ asനെ ലെഫ്റ്റിൽ നിന്നും ഒരു e raised to I h t by h bar കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു.
എന്നിട്ട് ഈ എ എസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലൊരു e⁻IHT/h കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഇവിടെ അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. e⁻IHT/h കൊണ്ട് ലെഫ്റ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ e⁻IHT/h ഉണ്ട്, ദെൻ AH ഉണ്ട്, പിന്നെ ഇവിടെ ഓൾറെഡി ഒരു e⁻IHT/h ഉണ്ട്. റൈറ്റിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്തത്? e⁻IHT/h. അപ്പോൾ ഇവിടെ ഇത് e⁻0, ഇത് 1 വരും, ഇവിടെ എന്ത് വരും? 1 വരും. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ I ആണ്, ഐഡൻറ്റിറ്റി യൂണിറ്റ് ഓപ്പറേറ്റർ വരും. അപ്പോൾ നമുക്കിവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ AH മാത്രം കിട്ടും. AH എന്ന് പറയുന്നത് e⁻IHT/h AS e⁻IHT/h എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് AH. അതേസമയം AS ആണെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, സോ നമുക്ക് ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ ഇൻ ടേംസ് ഓഫ് ഹൈസൻബർഗ് പിക്ചർ എന്ന് പറയുന്നത് e⁻IHT/h ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ ഇൻറ്റു e⁻+IHT/h ആണ്. അതേസമയം ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ ഇൻ ടേംസ് ഓഫ് ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത് e⁻IHT/h ഇൻറ്റു AS ഇൻറ്റു e⁻IHT/h ആണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്കിപ്പോൾ എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററാണ്. AS എന്ന് ഡിനോട്ട് ചെയ്താൽ അതിന് ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ, AH എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചറിനേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ സപ്പോസ് എയ്ക്ക് പകരം നമ്മൾ കൃത്യമായി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിതിനെ HH എന്ന് എഴുതാം. HH എന്ന് ഡിനോട്ട് ചെയ്തതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദിസ് HH ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ഇതേപോലെ e⁻IHT/h ഇൻറ്റു HS, എയ്ക്ക് പകരം അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ. ദെൻ ഇവിടെ e⁻IHT/h ആണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ HS എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ ആൻഡ് ദിസ് e⁻IHT/h ദിസ് വിൽ കമ്മ്യൂട്ട്സ്. അത് കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഒരു ഓപ്പറേറ്റർ എയും ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റർ എയും എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യും എന്ന് പറയും. ഇവിടെ അതേപോലെയാണ്, എച്ചിൻ്റെ ഒരു ഫംഗ്ഷനാണ് e⁻IHT/h. സോ ദീസ് ടു വിൽ കമ്മ്യൂട്ട്. അപ്പോൾ അത് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓർഡർ എന്ത് ചെയ്യാൻ? തിരിച്ചെഴുതാം. അതായത് e⁻IHT/h HSും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം HSനെ എഴുതി രണ്ടാമത് e⁻IHT/h എഴുതാം ഇൻറ്റു ഇവിടെ e⁻IHT/h വരും, ഇത് I വരും. ദാറ്റ് ഈസ് ദിസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ ഈസ് ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് കിട്ടും. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലാണെങ്കിലും ഹൈസൻബർഗ് പിക്ചറിലാണെങ്കിലും എന്താണ്? ദേ ബോത്ത് ആർ സെയിം എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. നൗ അടുത്തത് നമ്മൾ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റേഴ്സ്. equations of motion for an operator in Heisenberg picture. അപ്പോൾ ഹൈസൻബർഗ് പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകണം. നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് കിട്ടിയത്. കാരണം ഷ്രോഡിഞ്ചർ പിക്ചറിൽ സ്റ്റേറ്റ് വെക്ടറാണ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത് എന്താണോ അതിൻ്റെ ടേംസിലായിരിക്കും നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടുക. ഹൈസൻബർഗ് പിക്ചറിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് വെക്ടർ ടൈം ഇൻഡിപെൻഡൻ്റ്, പക്ഷേ ഓപ്പറേറ്ററാണ് ടൈമിനനുസരിച്ച് ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈസൻബർഗ് പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ആൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ഓപ്പറേറ്റർ ആയിരിക്കും. ഓപ്പറേറ്ററിൻ്റെ ടേംസിലായിരിക്കും നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടുക. സോ ലെറ്റ് AH represents an operator in the Heisenberg picture, which is time dependent. അപ്പോൾ നമ്മൾ ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്റർ AH എടുക്കുന്നു. നമുക്കറിയാം ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്റർ എങ്ങനെയാണ്? ടൈം ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമുക്കറിയാം. സോ നമ്മളിവിടെ AH എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ AH of t എന്ന് പറയുന്നത് AH of t is equal to
ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ എ എസ് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ ആണ്. ഓക്കെ, നമ്മൾ ഹൈസൻബർഗ് പിക്ചറിനെ ഷ്രോഡിഞ്ചർ പിക്ചറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി? ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ടേംസ് ഉണ്ട്. സോ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ എ എസ്, ഞാൻ ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ പ്ലസ് രണ്ടാമത് വരുമ്പം വീണ്ടും ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ ഇവിടെ നിർത്തുന്നു. എ എസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ. ഇനി ഒരു ഡിഫറൻഷ്യൽ കൂടിയാണ് ബാക്കിയുള്ളത്. ദാറ്റ് ഈസ് പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ദിസ് ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ, ദെൻ എ എസ് അതുപോലെ നിൽക്കുന്നു, ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാറും അതേപോലെ നിർത്തുന്നു. നമുക്ക് 3 ടേം. സോ that is we will get this d by dt of ah of t is equal to ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കിവിടെ ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ എ എസ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ എടുക്കുമ്പോൾ നമുക്ക് ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ ഇൻറ്റു എന്ത് വരും? മൈനസ് ഐ എച്ച് ബൈ എച്ച് ബാർ കൂടി വരും. പ്ലസ് നെക്സ്റ്റ് ടേം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ എന്ന് പറഞ്ഞ് എ എച്ച് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ ഇൻറ്റു ഡോ ബൈ ഡോ ടി എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലേ, ഇവിടെ നടുക്ക് എ എസ് വരുന്നു, ലെഫ്റ്റിൽ ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ, റൈറ്റിൽ ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ. അപ്പോൾ ഇവിടെ എ എച്ച് ഓഫ് ടി. ഇവിടെ ലെഫ്റ്റിൽ ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ, ലെഫ്റ്റിൽ ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ, റൈറ്റിൽ ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ, നടുക്ക് വരുന്നത് ഡോ ബൈ ഡോ ടി ഓഫ് എ എസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ ടേമിന് എനിക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് എ എച്ച് ആണെന്ന് എഴുതാം. അതായത് ഇവിടെ എ എസ് വരുമ്പം ഇവിടെ എ എച്ച് കിട്ടുമെങ്കിൽ ഇവിടെ ഡോ ബൈ ഡോ ടി ഓഫ് എ എസ് വരുമ്പം നമുക്കിവിടെ ഡോ എ എച്ച് ബൈ ഡോ ടി എന്ന് കിട്ടും. പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഐ എച്ച് ബൈ എച്ച് ബാർ ഉണ്ട്, ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ എന്ന് കിട്ടും. ഓക്കെ, സോ വീണ്ടും ഇതെന്ത് കിട്ടും നമുക്ക്? ഓക്കെ, നമ്മൾ ഈ സെക്കൻഡ് ടേമിനെ ഞാൻ ആദ്യം എഴുതുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് എ എച്ച്. ഓക്കെ, നൗ പ്ലസ് ഈ ടേം ഫസ്റ്റ് ടേം, ഇതിൽ നമുക്കിവിടെ മൈനസ് ഐ ബൈ എച്ച് ബാർ ഇവിടെ ഉണ്ട്. നൗ ഇ റൈസ് ടു ഐ എച്ച് ടി ബൈ എച്ച് ബാർ എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ എച്ച് ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൂടിയുണ്ട്. നൗ പ്ലസ് ലാസ്റ്റ് ടേം വരുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ഐ ബൈ എച്ച് ബാർ ഉണ്ട്. ഇതെന്താണ് സാധനം? ദിസ് വിൽ ബി എ എച്ച്. ഓക്കെ, ആദ്യം എച്ച് ഉണ്ട്. ഇതിൻ്റെ ഓർഡർ തെറ്റിപ്പോകരുത്, കാരണം ഈ ഓപ്പറേറ്ററുകളൊന്നും കമ്മ്യൂട്ടിംഗ് അല്ല എങ്കിൽ എ ബി എന്നെഴുതുന്നതും ബി എ എന്നെഴുതുന്നതും ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എ എച്ച് എച്ചും എച്ചും എ എച്ചും കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ എഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് എ എച്ച്. ഞാൻ പ്ലസ് ഐ ബൈ എച്ച് ബാറിനെ 2 ടേമിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് എച്ച് എ എച്ച് മൈനസ് എ എച്ച് എച്ച് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ടി ഓഫ് എ എച്ച് പ്ലസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് എ എച്ച്, ദാറ്റ് ഈസ് ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ, മൈനസ് എ എച്ച് എച്ച് എന്നാണ് കിട്ടിയത്. ഓക്കെ,
this is equal to dou by dou t of AH plus I by h bar into ഇതെന്താണ്, this is commutator H AH ആണ്, commutator H AH. ഇതാണ് d by dt of AH of t. ഓക്കെ, നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. d by dt of AH of t is equal to dou by dou t of AH. ഞാൻ I by h ബാർ എന്നുള്ളതിനെ 1 by I h ബാർ എന്ന് എഴുതിയാൽ ദിസ് ഇസ് ഈ ടേം എന്ത് വരും, മൈനസ് 1 by I h ബാർ ആണെന്ന് എഴുതാം, കാരണം 1 by I മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ഉപയോഗിച്ച് ഞാൻ ഈ കമ്മ്യൂട്ടേറ്ററിനെ നേരെ തിരിക്കുന്നു. സോ ഇത് പ്ലസ് ആക്കി എച്ച് എ എച്ച് എന്നുള്ളതിന് എനിക്ക് എ എച്ച് എച്ച് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് എ റിലേഷൻ. എന്താണ് ഒരു ദിസ് ഇസ് ആൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് നമുക്ക് പറയാം. ഹൈസൻബർഗ് പിക്ചറിലുള്ള ഓപ്പറേറ്ററിനെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഓഫ് മോഷനാണ്. നൗ if there is no explicit dependence of time, ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ടൈമിൽ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ഇല്ല എങ്കിൽ, എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഓഫ് ടൈം, ദെൻ ദിസ് ഡോ എ എച്ച് ബൈ ഡോ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ടേം 0 ആയി പോകും എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ലെങ്കിൽ. അങ്ങനെ വരുമ്പോൾ ഇത് ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് 1 by I h ബാർ ഇൻറ്റു എ എച്ച് എച്ച് എന്ന് തന്നെ എഴുതാം. പക്ഷെ നമ്മുടെ ജനറൽ റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ലെങ്കിൽ മാത്രമാണ് ഇത് 0 ആയി പോവുക. അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് മാറും. ഓക്കെ, സോ നമുക്കറിയാം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്. ആൻഡ് ദിസ് ഇക്വേഷൻ ക്ലാസിക്കൽ ഫിസിക്സിലുള്ള ഒരു ഇക്വേഷനുമായിട്ട് ഐഡൻറ്റിക്കലാണ്. ദിസ് ഇക്വേഷൻ ഈസ് ഐഡൻറ്റിക്കൽ with the Hamilton's equation in Poisson bracket form. നിങ്ങൾ പോയ്സൺ ബ്രാക്കറ്റിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഹാമിൽട്ടൺ ഇക്വേഷനെ പോയ്സൺ ബ്രാക്കറ്റ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. പോയ്സൺ ബ്രാക്കറ്റ് ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്താണ്, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് പോയ്സൺ ബ്രാക്കറ്റ് ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ ഐ എച്ച് ബാർ ഉണ്ടാവില്ല. പക്ഷേ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഷ്രോഡിഞ്ചർ പിക്ചർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷനായിട്ട് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, ഹൈസൻബർഗ് പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിലെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസുമായിട്ട് ഐഡൻറ്റിക്കലാണ്. ഓക്കെ, സോ നമുക്കിവിടെ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റേഴ്സ്. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ ഫോർ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ. അപ്പോൾ ഹൈസൻബർഗ് പിക്ചറിലുള്ള ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്പറേറ്ററിൻ്റെ ടേംസിലല്ല, അവിടെ സ്റ്റേറ്റ് വെക്ടറിൻ്റെ ടേംസിലാണ്. കാരണം സ്റ്റേറ്റ് വെക്ടറാണ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്. അതേസമയം ഹൈസൻബർഗ് പിക്ചറിലേക്ക് വരുമ്പോൾ ഓപ്പറേറ്ററാണ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ടേംസിലായിരിക്കും? സ്വാഭാവികമായിട്ടും ഓപ്പറേറ്ററിൻ്റെ ടേംസിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈസൻബർഗ് പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സ്, വൈൽ the equation of motion of Heisenberg picture is identical to Hamilton's equation in classical mechanics. Now, അടുത്ത നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ കൂടി ഡിറൈവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഇൻ ഹൈസൻബർഗ് പിക്ചർ. എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ ബന്ധപ്പെട്ടുള്ളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എച്ച് ഓഫ് ടി. എ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററാണ് എ എച്ച് ഓഫ് ടി. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ഡി ബൈ ഡി ടി എടുക്കുകയാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്
എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് AH ഓഫ് ടി? ഇറ്റ് ഈസ് ഹൈസൻബർഗ് പിക്ചറിലുള്ള psi h എടുത്തു, AH ഓഫ് ടി psi h ഇങ്ങനെ എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 3 ടേം വരും. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഡോ psi h ബൈ ഡോ ടി AH ഓഫ് ടി psi h പ്ലസ് psi h ഡോ AH ഓഫ് ടി ബൈ ഡോ ടി psi h പ്ലസ് psi h AH ഓഫ് ടി ഡോ ബൈ ഡോ ടി ഓഫ് psi h. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഹൈസൻബർഗ് പിക്ചറിലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡോ psi h ബൈ ഡോ ടി എടുക്കുമ്പോൾ ഈ ടേമും എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ നമുക്കിവിടെ ഡി ബൈ ഡി ടി ഓഫ് ദിസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് AH ഓഫ് ടി എന്ന് പറയുന്നത് ആ സെൻറ്റർ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു psi h ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ദിസ് AH ഓഫ് ടി psi h. പക്ഷേ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു വി ഹാവ് ദിസ് ഡി ബൈ ഡി ടി ഓഫ് AH ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/IH ബാർ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ AH ഓഫ് ടി എച്ച് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ടേം കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഡോ AH ബൈ ഡോ ടി, അത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഓഫ് ടൈം ഇല്ല എങ്കിൽ ഫസ്റ്റ് ടേം 0 ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് AH ഓഫ് ടി ഈക്വൽ ടു 1/IH ബാർ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ AH എച്ച് എന്നാവും നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് ദിസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് AH ഓഫ് ടി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇവിടെ നോക്കിയേ ഈ സെൻറ്റർ ടേം അല്ലേ, ഈ ഇക്വേഷനെയാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. അതിൽ ഇവിടെ കാണുന്ന ഡോ AH ബൈ ഡോ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് psi h ഡോ AH ബൈ ഡോ ടിക്ക് പകരം എന്ത് കൊടുക്കാം? 1/IH ബാർ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ AH ഓഫ് ടി എച്ച്, ദെൻ ഇവിടെ psi h എന്ന് വരും. ഓക്കെ, സോ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് കമ്മ്യൂട്ടേറ്റർ AH ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് ഈസ് psi h 1/IH ബാർ AH ഓഫ് ടി എച്ച് psi h. പക്ഷെ നമുക്ക് അറിയാം വി ഹാവ് ഡി ബൈ ഡി ടി ഓഫ് എ, അതായത് ഇത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ കേസാണ്. ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് psi ഓഫ് ടി ഷ്രോഡിഞ്ചർ പിക്ചറിലെ AS, ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് AS ആണ്, psi ഓഫ് ടി ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നതിനെ നമുക്ക് 3 ടേം ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് psi ഓഫ് ടി AS psi ഓഫ് ടി പ്ലസ് അടുത്തെന്ത് വരും? psi ഓഫ് ടി ഇൻറ്റു ഡോ AS ബൈ ഡോ ടി psi ഓഫ് ടി പ്ലസ് psi ഓഫ് ടി AS ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് psi ഓഫ് ടി എന്ന് വരും. പക്ഷേ ഷ്രോഡിഞ്ചർ പിക്ചറിൽ ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡോ AS ബൈ ഡോ ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് 0 വരും. സോ ദിസ് ടേം വിൽ ബി 0. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഷ്രോഡിഞ്ചർ പിക്ചറിനെ സംബന്ധിച്ച് നമുക്കവിടെ 2 ടേമേ വരുള്ളൂ. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് psi ഓഫ് ടി AS psi ഓഫ് ടി പ്ലസ് psi ഓഫ് ടി AS ഡോ ബൈ ഡോ ടി ഓഫ് psi ഓഫ് ടി. ഓക്കെ, നൗ വി ഹാവ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ psi ഈസ് ഈക്വൽ ടു എച്ച് psi ആണ്, എച്ച് psi ഓഫ് ടി. അല്ലെങ്കിൽ നമുക്കിതിനെ IH ബാർ ഡോ ബൈ ഡോ ടി ഓഫ് psi ഓഫ് ടി
ഇസ് ഈക്വൽ ടു എച്ച് സൈ ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഓർ ഇതിനകത്ത് എനിക്ക് ഡോ സൈ ഓഫ് ടി ബൈ ഡോ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ഐ എച്ച് സൈ ഓഫ് ടി ബൈ എച്ച് ബാർ ആണെന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മുമ്പേ എഴുതിയ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്തായാലും നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ നമ്മൾ നേരത്തെ എഴുതി വെച്ചത് അതിങ്ങനെയായിരുന്നു. ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി എ എസ് സൈ ഓഫ് ടി പ്ലസ് സൈ ഓഫ് ടി എ എസ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഡോ സൈ ബൈ ഡോ ടിക്ക് പകരം ഈ ടേമിനെ നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് ഐ എച്ച് സൈ ഓഫ് ടി ബൈ എച്ച് ബാർ എ എസ് സൈ ഓഫ് ടി പ്ലസ് സൈ ഓഫ് ടി എ എസ് വീണ്ടും മൈനസ് ഐ എച്ച് സൈ ഓഫ് ടി ബൈ എച്ച് ബാർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ഞാനിവിടെ ആ മൈനസ് ഐ ബൈ എച്ച് ബാറിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ടേമിൽ നിന്ന് ഇതൊരു ബ്രാവെക്ടറാണ്. ബ്രാവെക്ടറിൽ നിന്ന് മൈനസ് ഐ ബൈ എച്ച് ബാറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം അത് പ്ലസ് ഐ ബൈ എച്ച് ബാർ ആയിട്ടാണ് വരും. ഓക്കെ, സോ ദിസ് ഈസ് പ്ലസ് ഐ ബൈ എച്ച് ബാർ. ദെൻ ഇവിടെ സൈ ഓഫ് ടി വരും. ഈ കിടക്കുന്ന എച്ചിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എച്ച് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് എച്ച് ഡാഗറായിട്ടാണ് പോവുക. പക്ഷേ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? എച്ചിൻ്റെ ഡാഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഹെർമീഷൻ അഡ്ജോയിൻറ്റ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഹെർമീഷൻ അഡ്ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ഡാഗർ എന്ന് പറയുന്നത് എച്ച് തന്നെയാണ്. ഓക്കെ, സോ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഹെർമീഷൻ അഡ്ജോയിൻറ്റ് അത് എച്ച് ഡാഗർ എച്ച് തന്നെയാണ്. സോ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എച്ച് ഡാഗർ വരും, പക്ഷേ അത് എച്ച് ആണ്. സോ ദിസ് ഈസ് എച്ച് എ എസ് സൈ ഓഫ് ടി എന്ന് വരും. പ്ലസ് നെക്സ്റ്റ് ടേമിൽ ഇവിടുന്ന് ഈ മൈനസ് ഐ ബൈ എച്ച് ബാറിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഇത് കെറ്റ് വെക്ടറാണ്. അപ്പോൾ കെറ്റ് വെക്ടറിൽ നിന്ന് മൈനസ് ഐ ബൈ എച്ച് ബാർ എടുക്കുമ്പോൾ അത് മൈനസ് ഐ ബൈ എച്ച് ബാർ ആയിട്ട് തന്നെ വരും. ദെൻ ഇവിടെ സൈ ഓഫ് ടി ഉണ്ട്, എ എസ് ഉണ്ട്. ഞാൻ ഈ എച്ചിനെ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ദിസ് എച്ച് ഇൻറ്റു സൈ ഓഫ് ടി എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എനിക്ക് ഈ പറഞ്ഞ ഐ ബൈ എച്ച് ബാറിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈനസ് ഐ ബൈ എച്ച് ബാറിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. മൈനസ് ഐ ബൈ എച്ച് ബാർ എടുത്ത് കഴിയുമ്പോൾ ഈ ടേം എങ്ങനെ വരും? ദിസ് ഈസ് സൈ ഓഫ് ടി എ എസ് എച്ച് സൈ ഓഫ് ടി, ഓക്കെ, മൈനസ് സൈ ഓഫ് ടി എച്ച് എ എസ് സൈ ഓഫ് ടി എന്ന് വരും. or I can write this as minus I by h bar into psi of t. ഇത് കോമൺ ആയിട്ട് ഒറ്റ ടേം ആയിട്ട് ഇതിനെ എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് എ എസ് എച്ച് മൈനസ് എച്ച് എ എസ് സൈ ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എ എസ് എച്ച് മൈനസ് എച്ച് എ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് വിൽ ബി കമ്മ്യൂട്ടേറ്റർ എ എസ് എച്ച് ആയിരിക്കും. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ എ എസ് എച്ച് ആണ്. അപ്പോൾ നമുക്കിതിനെ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു എന്ത് കിട്ടും? സൈ ഓഫ് ടി കമ്മ്യൂട്ടേറ്റർ എ എസ് എച്ച് psi of t. Okay, or this is d by dt of expectation value of a is equal to ഇതെന്തായിരിക്കും കിട്ടുക? psi of t നടുക്ക് കമ്മ്യൂട്ടേറ്റർ എ എസ് എച്ച് psi of t എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ എ എസ് എച്ച് എന്ന് എനിക്കിതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്തത്, ശരിയല്ലേ?
എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 1/IH ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ എച്ച് ഓഫ് ടി എച്ച് എന്ന് മാത്രമാണ് നമ്മൾ എടുത്തത്. അതേസമയം നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഉണ്ട് എങ്കിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു വരുന്നത്? ഈ എക്സ്പ്രഷൻ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ പ്രകാരം ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടിക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ടേം സ്റ്റാർട്ടിങ്ങിലുണ്ട്. അതെന്തായിരുന്നു? ഡോ ബൈ ഡോ ടി ഓഫ് എ എച്ച് പ്ലസ് 1/IH ഇൻറ്റു ഈ കമ്മ്യൂട്ടേറ്റർ എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു ടേം കൂടി അഡീഷണൽ വരുമായിരുന്നു. നമ്മൾ എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് എടുത്തപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ടേം മാത്രം എടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇഫ് ദർ ഈസ് എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ്, ഇഫ് ദർ ഈസ് എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് എ ഓൺ ടൈം, if there is explicit dependence of explicit time dependence of A എന്ന് മാത്രം എടുത്താൽ ഓക്കെ. എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് എ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് എ ഈസ് ഈക്വൽ ടു ഒരു ടേം കൂടി ആദ്യം വരും. അത് ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ എ ബൈ ഡോ ടി ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്ന ഒരു ടേം കൂടി ആദ്യം വരും. അവിടെ നമ്മൾ ഹൈസൻബർഗ് പിക്ചറിൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതിയത്. ഇവിടെ നമ്മളത് എന്തിൻ്റെ ടേംസിലാണ്? ഷ്രോഡിഞ്ചർ പിക്ചറിൻ്റെ ടേംസിലാണ് എഴുതുന്നത് എന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു ഡോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ എ ബൈ ഡോ ടി പ്ലസ് 1/IH ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ എ എച്ച് എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏൺഫസ്റ്റ് തിയറം. ദിസ് ഈസ് ഏൺഫസ്റ്റ് തിയറം. ഏൺഫസ്റ്റ് തിയറത്തെ നമ്മൾ ഈ പറഞ്ഞ ഫോമിൽ നമുക്ക് എഴുതാം. നമ്മൾ ഏൺഫസ്റ്റ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി എക്സ് ബൈ എം ആണ്. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഏൺഫസ്റ്റ് തിയറം വരുന്നത്. അതായത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പി ഈസ് ഈക്വൽ ടു എം വി എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പം ഇതിന് പകരം നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ വെച്ച് ഡൈനാമിക്കൽ വേരിയബിൾസിന് പകരം എക്സ്പെക്റ്റേഷൻ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞ ഏൺഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രം ഹൈസൻബർഗ് പിക്ചർ വി ക്യാൻ ഡിറൈവ് ദിസ് ഏൺഫസ്റ്റ് തിയറം ആസ് ഡി ബൈ ഡി ടി ഓഫ് സം എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡോ എ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ എ ബൈ ഡോ ടി പ്ലസ് 1/IH ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ എ എച്ച് ആണ്. ഇനി ഇപ്പോൾ ഹൈസൻബർഗ് പിക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് ഹൈസൻബർഗ് പിക്ചറിലെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ്. അതെന്ന് പറയുന്നത് ഇതേ ഇക്വേഷൻ തന്നെയാണ്. നമ്മളതിന് എന്ത് കൊടുക്കണം എന്നേ ഉള്ളൂ, ഓപ്പറേറ്ററിന് എച്ച് എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റും കൂടെ കൊടുത്തിട്ട് ഡിനോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. ദിസ് ഈസ് ഡോ എ എച്ച് ബൈ ഡോ ടി പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് 1/IH ഇൻറ്റു ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ എച്ച്. 1/IH എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല, അകത്ത് എഴുതിയാലും പ്രശ്നമില്ല. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ for expectation value in Heisenberg picture. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻ ഓഫ് മോഷനാണ് പഠിച്ചത് ഹൈസൻബർഗ് പിക്ചറിൽ. ആദ്യത്തേത് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്ററാണ്. ഓക്കെ, ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ആൻ ഓപ്പറേറ്റർ എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് എ എച്ച് പ്ലസ് 1/IH ഇൻറ്റു എ എച്ച് എച്ച്. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റർ. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇഫ് ദർ ഈസ് നോ എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ്, ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 0 ആവും. ദറ്റ് ഈസ് 1/IH ഇൻറ്റു എ എച്ച് എച്ച് ആണ്.
ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റർ. അടുത്ത നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എക്സ്പെക്റ്റേഷൻ വാല്യൂ. അപ്പം എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എഴുതിയ ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് എഴുതാം. d/dt നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് d/dt ഓഫ് ദിസ് AH എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ AH ബൈ ഡോ ടി പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് 1/IH ബാർ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ AH H. ഓക്കെ, ഇതുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്താൽ ഈക്വേഷൻ എഴുതാം. സോ ഇതാണ് ഹെയ്സൻബർഗിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം ഷ്രോഡിഞ്ചറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരുന്നു. അതേസമയം ഹെയ്സൻബർഗിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന് ഓപ്പറേറ്ററിന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ, മറ്റൊന്ന് എക്സ്പെക്റ്റേഷൻ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഹെയ്സൻബർഗിൻ്റെ കേസിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്ററിൻ്റെ ടേംസിലാണ്, കാരണം ഇവിടെ ഓപ്പറേറ്ററാണ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, so this is about Heisenberg picture. Thank you.